വീണ്ടും വയനാട്ടിലേക്കാണ് ആനയെ മാറ്റാനുള്ള ശ്രമം. അത് തുടരുകയാണ്. ദൗത്യസംഘം അരുൺ അമർനാഥാണ് വിവരങ്ങളുമായി. അരുൺ, അവിടെയുള്ള പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് തത്സമയം കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് എന്താണ്? പ്രതീക്ഷ ഇപ്പോൾ വടം ഉപയോഗിച്ച് ആനയെ ബന്ധിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഈ കുങ്കി ആനകളെ ഉപയോഗിച്ച ഈ വാഹനത്തിലേക്ക് കയറ്റുന്നതാണ് അടുത്ത നടപടി. പക്ഷേ അതിന് ഇനി കുറച്ചുകൂടി സമയമെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കുങ്കിയാന ഇപ്പോൾ ഈ എലിഫന്റ് സ്ക്വാഡിന്റെ ലോറിക്കരികിൽ തന്നെയാണുള്ളത്. 2 കുങ്കികളെയാണ് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ ആനകളെ കൊണ്ട് ഈ തണ്ണീർക്കൊമ്പനെ ഈ വാഹനത്തിലേക്ക് അടുപ്പിക്കുക എന്നതായിരിക്കും ലക്ഷ്യം. പക്ഷേ ഇപ്പോഴും ഈ തണ്ണീർക്കൊമ്പൻ ആ പ്രദേശത്ത് തന്നെ അതേ സ്ഥലത്ത് തന്നെ നിശ്ചലനായി തുടരുന്നുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ എന്തായാലും വിലയിരുത്തി ഇപ്പോൾ ഒരു അസ്ക ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വെളിച്ചത്തിന്റെ ഉൾപ്പെടെ സഹായത്തോടെയാണ് ഇനിയിപ്പോൾ ആനയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള സമയം അടുത്തു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അല്പസമയത്തിനകം ആനയെ ഇങ്ങോട്ട് മാറ്റാനുള്ള ഒരു നടപടിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നേരത്തെ ആദ്യഘട്ടം വിജയകരമായിരുന്നു മയക്കുവെടി വെച്ചതിന് ശേഷം. ഇനി ഈ 2ാം ഘട്ടം ഈ ആനയെ വാഹനത്തിലേക്ക് കയറ്റുക എന്ന ഒരു ശ്രമകരമായ ദൗത്യം കൂടി അവശേഷിക്കുന്നുണ്ട്. എന്തായാലും പ്രശംസനീയമായ ഒരു ഉചിതമായ പ്രവർത്തനം തന്നെയാണ് RRT സംഘവും പോലീസും വനംവകുപ്പും എല്ലാം തന്നെ സംയുക്തമായി നടത്തിയത്. 5:35 തന്നെ ആ മയക്കുവെടി വെക്കാൻ സാധിച്ചു. അതിന് തുടർച്ചയായാണ് ഇപ്പോൾ നടക്കുന്ന ഈ ആനയെ ഇങ്ങോട്ട് നീക്കാനുള്ള പ്രവൃത്തികൾ. ആരോഗ്യസ്ഥിതി വിലയിരുത്തുകയാണ് ഉണ്ടായത്. പിന്നെ വെളിച്ചം സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം നടത്തിയതിനു ശേഷമാണ് ആനയെ ഈ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ഒരു നടപടി തുടരുന്നത്. ഈ വഴി തെളിച്ചതിനൊക്കെ ശേഷമാണ് ആനയെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക. എന്തായാലും മാനന്തവാടിയുടെ ഒരു ദിവസത്തെ ഈ വാർത്താ ദിനത്തിലെ ശ്രദ്ധേയദാനം തന്നെയായിരുന്നു ഈ തണ്ണീർക്കൊമ്പൻ. ആ ഒരു ദൗത്യം ഏറെ ശ്രമകരമായിരുന്നു. ഈ സമാനമായ ഒരു ദൗത്യം നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് സാക്ഷ്യം വഹിച്ചതാണ്. അത് മിഷൻ അരിക്കൊമ്പനായിരുന്നു. അന്ന് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളായിരുന്നെങ്കിൽ ഇത് അപ്രതീക്ഷിതമായ ഒരു ദൗത്യം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വനംവകുപ്പിന് മുന്നിൽ പ്രതിസന്ധിയായി ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് ആയിരുന്നു ഇത്. വളരെ ശ്രമകരമായ ഒരു ദൗത്യം. അത് ആദ്യഘട്ടം ഇന്ന് പൂർത്തിയാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, മയക്കുവെടി വെക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, മിഷൻ നീളുകയായിരുന്നെങ്കിൽ വലിയ ആശങ്കാജനകമായ ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത്തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. വളരെ ശ്രമകരമായി തന്നെ ആനയെ ദിശ മാറ്റിക്കൊണ്ട് ഉച്ചയോടുകൂടി സഞ്ചരിക്കാൻ തുടങ്ങിയ, ഇവിടെ നിന്ന് നീങ്ങി തുടങ്ങിയ ആനയെ കൃത്യമായ സ്ഥലത്ത്, അനുയോജ്യമായ സ്ഥലത്ത് എത്തിച്ച് മയക്കുവെടി വെക്കാൻ സാധിച്ചു. 2 ഡോസ് മയക്കുവെടി നൽകി ഇനി ആനയെ ഇവിടെ എത്തിക്കുക എന്ന 2ാം ഘട്ടം, അതിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് സംഘം കടന്നിട്ടുള്ളത്. അത് എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നൊരു ലക്ഷ്യമാണ് വനംവകുപ്പിന് മുന്നിലുള്ളത്. ഇന്ന് രാത്രിയോടെ തന്നെ മുത്തങ്ങ വഴി ബന്ദിപ്പൂരിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അതിലേക്ക് കടക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും വയനാട് മാനന്തവാടി വലിയൊരു ജനപ്രവാഹം തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. ഈ കുന്നിന് മുകളിലായാലും കെട്ടിടങ്ങൾക്ക് മുകളിലായാലും ഈ തണ്ണീർക്കൊമ്പനെ ഇന്നത്തെ ദിവസം വാർത്തയിൽ നിറഞ്ഞു നിന്ന് നമ്മൾ സമീപകാലത്തൊക്കെ കണ്ടതായിരുന്നു. കരടിയായാലും കടുവയായാലും ഒക്കെ വയനാടിനെ ഈ മനുഷ്യമൃഗ സംഘർഷങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യം, അതിലേക്കൊരു പുതിയ അധ്യായമായി തണ്ണീർക്കൊമ്പൻ കൂടി എത്തിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സന്ധ്യ മയങ്ങിയ ആ സമയത്ത് തണ്ണീർക്കൊമ്പനും മയങ്ങിയത് ആശ്വാസകരമായി. ഇനി ആനയെ എത്രയും പെട്ടെന്ന് ഈ വാഹനത്തിലേക്ക് കയറ്റുക, ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് എന്ന് തന്നെയാണ്. കമൽ, നേരം പുലർന്നപ്പോൾ കമലാണ് ഈ വാർത്ത, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ആദ്യം പങ്കുവച്ചത്. നഗരത്തിൽ ഒരു കാട്ടാന ഇറങ്ങി, അതും റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് ഇറങ്ങിയത്. പിന്നീടാണ് അത് കർണാടക വനംവകുപ്പ് പിടികൂടി ബന്ദിപ്പൂരിലേക്ക് എത്തിച്ച ആനയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നത്. ബന്ദിപ്പൂരിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണല്ലോ. എത്ര സമയമെടുക്കും? ഇതിപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാണാം, കുങ്കിയാനകൾ അവിടേക്ക് എത്തുന്നതും മറ്റും. എത്ര സമയം ഇനിയും എടുക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്? രതീഷ്, എത്ര സമയം എടുക്കുമെന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും ഒന്നും പറയാൻ കഴിയുകയില്ല. ദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. 2 കുങ്കിയാനകൾ നേരത്തെ തന്നെ കാട്ടാനയ്ക്ക് സമീപത്തേക്ക് പോയിരിക്കുന്നു. 3ാമത്തെ കുങ്കിയാന കൂടി പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. അത് വേറൊരു വഴിയിലൂടെയാണ് ഇറങ്ങുന്നത്. ഒരുപക്ഷെ മറ്റ് സംഘത്തിന് പിന്നിലേക്ക് പോകാനാണ് ഈ ആനയെ കൊണ്ടുപോകുന്നത്. അതായത് കാട്ടാനയുടെ 2 സൈഡിലുമായിരിക്കും ആദ്യം കൊണ്ടുപോയ കുങ്കിയാനകൾ നിലയുറപ്പിച്ചിട്ടുണ്ടാവുക. പിന്നിൽ നിന്ന് പുഷ് ചെയ്യാനുള്ള ആനയാണ് ഈ 3ാമതായി മറ്റൊരു വഴിയിലൂടെ, അരികിലൂടെ അങ്ങോട്ട് ഇറങ്ങുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ആ ആന കൂടി എത്തുന്നതോടുകൂടി കാട്ടാനയെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ എലിഫന്റ് ആംബുലൻസ് ഇപ്പോഴും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടില്ല. ആ ആനയെ കയറ്റേണ്ട സ്ഥലത്തേക്ക് നിർത്തിയിട്ടില്ല. അതിപ്പോഴും മറ്റൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ആനയെ കൊണ്ടുവരുമ്പോഴേക്ക് ഈ ലോറി അങ്ങോട്ട് നിർത്തിയിട്ടായിരിക്കും കയറ്റുക. എന്തായാലും ഈ
അവസാന ഘട്ടത്തിലേക്കാണ് ദൗത്യം നീങ്ങുന്നത്. ഇവിടെ നിന്ന് ഈ പറഞ്ഞ ബന്ദിപ്പൂർ വനമേഖലയിൽ എത്തണമെങ്കിൽ 1.5 മണിക്കൂർ സമയമെങ്കിലും യാത്ര ചെയ്യേണ്ടതുണ്ട്. ആന ഈ ലോറിയിൽ ആനയെ അത്രയും സമയം കൊണ്ടുപോകേണ്ടതുണ്ട്. അതുതന്നെ ഇന്ന് രാത്രി തന്നെ ആനയെ അവിടെ റിലീസ് ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെയാണ് ഉത്തരവ്. എത്രയും പെട്ടെന്ന് ഈ ആനയെ പിടികൂടി ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് മാറ്റണം എന്നാണ് ഉത്തരവ്. ഇപ്പോൾ കുങ്കിയാനയെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. വീണ്ടും ആന തിരിച്ച് ഈ ഗ്രൗണ്ടിന്റെ ഭാഗത്തേക്ക് തന്നെ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണുന്നുണ്ട്. ഈ ആനയെ വാഹനത്തിലേക്ക് കയറ്റുന്നതിന് പറ്റിയൊരു സ്ഥലമല്ലേ അത്? അത്ര എളുപ്പമല്ലേ? വാഹനത്തിലേക്ക് കയറ്റാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ ആന നിൽക്കുന്നത് ഒരു കുറച്ച് താഴ്ന്ന പ്രദേശത്താണ്. വാഴത്തോപ്പിന് സമീപത്താണ് മയക്കുവെടിയേറ്റ ആനയുള്ളത്. അവിടെ നിന്ന് ആനയെ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിക്കണം. അവിടെ നിന്നാണ് ലോറിയിലേക്ക് കയറ്റാൻ കഴിയുക. ഗ്രൗണ്ടിലൊക്കെ വലിയ രീതിയിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരവസ്ഥയുണ്ട്. പോലീസും ഒക്കെ സ്ഥലത്തുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് കുങ്കിയാനയാണ് ആ ഭാഗത്ത് നിന്ന് കയറി വരുന്നത്. കുങ്കിയാനയെ കാണാൻ തന്നെ വലിയ രീതിയിൽ ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട്. ഇതുവരെ തണ്ണീർക്കൊമ്പനെ ഇങ്ങോട്ട് എത്തിക്കുന്ന കാര്യം ഇങ്ങോട്ട് എത്തിച്ചിട്ടില്ല. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നില്ല ആനയെ കൊണ്ടുവരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കുങ്കിയാനയാണ് വീണ്ടും തിരിച്ച് ഗ്രൗണ്ടിലേക്ക് കയറി വരുന്നത്. മറ്റ് 2 കുങ്കിയാനകൾ ഈ തണ്ണീർക്കൊമ്പന് സമീപത്ത് തന്നെയുണ്ട്. എന്തായാലും ആനയെ ലോറിയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ആ ഭാഗത്ത് വഴിയൊക്കെ വെട്ടി JCB ആ ഭാഗത്ത് വഴിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ തണ്ണീർക്കൊമ്പനെ ലോറിക്ക് സമീപത്തേക്ക് എത്തിക്കും എന്നാണ് കരുതുന്നത്. ആളുകൾ അവിടെ കൂടി നിൽക്കുന്നത് ഈ കുങ്കിയാന ആ വഴിക്ക് വന്നതുകൊണ്ടാണ്. ആളുകൾ നിന്ന് നോക്കുന്നുണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. എന്തായാലും കുങ്കിയാനെ അവിടെ നിർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് കയറ്റി നിർത്തുന്നുണ്ട്. എന്താണ് അവർ പ്ലാൻ ചെയ്തിരുന്ന നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഈ 3 കുങ്കിയാനകളും സ്ഥലത്തുണ്ട്. തണ്ണീർക്കൊമ്പനെ ലോറിയിലേക്ക് കയറ്റാനായി ഈ 3 കുങ്കിയാനകളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രമകരമായ ദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിൽ